100 സീറ്റിലധികം നേടുമെന്ന രണ്ടു മുന്നണികളുടെയും അവകാശവാദം തള്ളി ബി.ജെ.പി. കേരളത്തിൽ തൂക്കുസഭ വരുമെന്നും എൻ.ഡി.എ നിർണായക ശക്തിയായി മാറുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മുതൽ 10 സീറ്റ് വരെ നേടുമെന്ന് ബി.ജെ.പിയുടെ പ്രാഥമിക വിലയിരുത്തലുണ്ട്. 30 മണ്ഡലങ്ങളിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ കടുത്ത മത്സരം കാഴ്ചവെച്ചു. പോളിംഗ് ശതമാനം കൂടിയത് എൻ.ഡി.എക്ക് അനുകൂലമാണ്. കുന്നത്തുനാട് വലിയ പ്രതീക്ഷയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ ബൂത്ത് തല വിലയിരുത്തലിലേക്ക് ബി.ജെ.പി. ഇന്ന് കടക്കും. അതിനുശേഷം കൃത്യമായ സാധ്യതകളിലേക്ക് എത്തുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ആരാണ് CPM-ന് 3ാം തവണയും അവസരം നൽകാൻ പോകുന്നത്? എന്ത് കണ്ടിട്ടാണ് വോട്ട് കൊടുക്കേണ്ടത്? എവിടെ നിന്നാണ് ഇത്രയും സീറ്റ് കിട്ടുമെന്ന് ഇവർ പറയുന്നത് എന്നും ക്യൂബയിലാണോ 100 സീറ്റ് ഉള്ളത് എന്നറിയില്ല. ഇത് സാമാന്യ ബുദ്ധിയുടെ വിഷയമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. തൂക്കുസഭയിൽ 30ലേറെ സീറ്റുകൾ നേടി കറുത്ത കുതിരകളാവുമെന്ന് പുറത്തു പറയുമ്പോഴും നിലവിൽ ബി.ജെ.പിയുടെ വിലയിരുത്തൽ 2 സീറ്റുകൾ ഉറപ്പെന്നാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെയും കഴക്കൂട്ടത്ത് വി മുരളീധരന്റെയും വിജയം ഉറപ്പെന്ന് വിലയിരുത്തിയാണ് ഇന്നലെ രാത്രി വൈകി നേതാക്കൾ പിരിഞ്ഞത്. കാട്ടാക്കട, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, മഞ്ചേശ്വരം, പാലക്കാട് അടക്കം 10 അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും ബി.ജെ.പി. വിലയിരുത്തുന്നു. നേമത്ത് ന്യൂനപക്ഷ വോട്ടുകൾ 2ആയി വിഭജിച്ചെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നു. ശിവൻകുട്ടിക്കും ശബരീനാഥിനുമായി ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടപ്പോൾ നിഷ്പക്ഷ യുവ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചെന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം നേമത്തുറച്ച ജയപ്രതീക്ഷയിലാണ് ശിവൻകുട്ടിയും ശബരീനാഥും. ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ജയം തേടിയില്ലെന്നാണ് വി ശിവൻകുട്ടിയുടെ ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു.ഡി.എഫിന് അനുകൂലമായിരുന്നുവെന്നും അട്ടിമറി ഉണ്ടാകുമെന്നും ശബരീനാഥൻ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 4 സീറ്റുകൾ വരെ നേടുമെന്നാണ് 3 സംഘടനാ ജില്ലകളിലെ നേതാക്കളുടെ അവകാശവാദം. 85-ന് മുകളിൽ സീറ്റ് നേടി ഭരണം നിലനിർത്തുമെന്ന വിലയിരുത്തലാണ് CPM. ഉയർന്ന പോളിംഗ് ശതമാനം LDFന് അനുകൂലമെന്ന വിലയിരുത്തലിലാണ് CPM പ്രാഥമികമായി നടത്തിയിട്ടുള്ളത്. മുന്നണിയുടെ വിജയസാധ്യത പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഞായറാഴ്ച ചേരും. താഴെത്തട്ടിൽ നിന്നും മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സ്വരൂപിച്ചു നൽകിയ കണക്കാണ് CPM പരിശോധിക്കുക. ഉയർന്ന പോളിംഗ് ശതമാനം തിരിച്ചടിയാവില്ലെന്ന വിലയിരുത്തലാണ് CPM നേതൃത്വത്തിനുള്ളത്. ഉയർന്ന പോളിംഗ് ശതമാനം വന്ന 2016-ലും കുറവ് വന്ന 2021-ലും LDFന് ഭരണം നേടാനായിട്ടുണ്ടെന്നും CPM നേതാക്കൾ സൂചിപ്പിക്കുന്നു. സിറ്റിംഗ് സീറ്റുകളിൽ കാര്യമായ തിരിച്ചടി ഉണ്ടാവില്ല എന്നാണ് പാർട്ടി വിലയിരുത്തൽ. ബി.ജെ.പി. വിജയിച്ചേക്കാമെന്ന് തോന്നലുണ്ടായ നേമം, കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ മതേതര വോട്ടുകൾ LDFന് ലഭിച്ചിട്ടുണ്ട് എന്ന് CPM കരുതുന്നു. കണ്ണൂരിലുണ്ടായ വിവാദങ്ങൾ വടക്കൻ കേരളത്തിൽ കാര്യമായ തിരിച്ചടിക്ക് കാരണമാവില്ല. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തിരിച്ചടി ഉണ്ടായാലും തെക്കൻ കേരളം കൈവിടില്ല എന്നതാണ് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം. അത്യുജ്വല ഭൂരിപക്ഷവുമായി വിസ്മയകരമായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വോട്ടെടുപ്പിന് ശേഷവും സീറ്റ് നില 100 കടക്കുമെന്ന് പറയുന്ന UDF നേതൃത്വം 90-ന് താഴെ പോകില്ലെന്ന് ഉറപ്പിക്കുന്നു. മലബാറിൽ UDF അനുകൂല തരംഗമുണ്ടായെന്നും മധ്യകേരളത്തിൽ സമ്പൂർണ്ണ ആധിപത്യമാണെന്നും പ്രാഥമിക വിലയിരുത്തൽ. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനമുണ്ടാകുമെന്ന് കരുതുന്ന തെക്കൻ കേരളത്തിൽ നിശബ്ദ തരംഗമുണ്ടെന്നാണ് UDFന്റെ പൊതുവിലയിരുത്തൽ. ഏറ്റവും ഒടുവിലെ വിവരമനുസരിച്ച് 84% വോട്ട് വീതം രേഖപ്പെടുത്തിയ കുന്നത്തുനാടും ചിറ്റൂരുമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിൽ. ശബരിമല വിഷയം ചർച്ചാവിഷയമായത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരും വി മുരളീധരൻ അനുകൂലമാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. വട്ടിയൂർക്കാവിലും കാട്ടാക്കടയിലെ ഉയർന്ന പോളിംഗിലും ബി.ജെ.പിക്ക് പ്രതീക്ഷയുണ്ട്. മഞ്ചേശ്വരത്ത് ഇത്തവണ പ്രവാസി വോട്ടുകൾ കൂട്ടമായി എത്താത്തത് സുരേന്ദ്രന് ഗുണകരമാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. പാലക്കാടും ചാത്തന്നൂർ, മണലൂർ പോലുള്ള മണ്ഡലങ്ങളിലും അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് ബി.ജെ.പി. കണക്ക് കൂട്ടുന്നു. അതിനിടെ 3 മുന്നണിയും വിജയപ്രതീക്ഷയിലാണ്. ഭരണത്തുടർച്ചയ്ക്കുള്ള അംഗീകാരമാണ് പോളിംഗിലെ വർധനയെന്ന് ഇടതുമുന്നണി പറയുമ്പോൾ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രചാരണം ജനം ഉൾക്കൊണ്ടുവെന്നും പറയുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉറപ്പെന്ന് പറയുമ്പോൾ ജന ആവേശം ഭരണമാറ്റത്തിന് സൂചനയെന്ന് UDF പറയുന്നു. 100ലേറെ സീറ്റുകൾ കിട്ടുമെന്ന് UDF നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കേരളം മാറുമെന്ന പ്രചാരണം ജനം ഉൾക്കൊണ്ടെന്നാണ് അവരുടെ അവകാശവാദം. പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് NDA പറയുന്നു. സംസ്ഥാനത്ത് തൂക്കുസഭ വരും. ഭരണം നിശ്ചയിക്കുന്ന നിർണായക ശക്തിയായി NDA മാറുമെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.